ഹായ് ഹലോ, എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഇങ്ങനെയൊരു കണ്ടൻറ്റുമായിട്ട് വന്നത് കുറേ നാളായി മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. പലർക്കും യൂട്യൂബിനെ പറ്റി അറിയാൻ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ചിലർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതുമാത്രമല്ല, പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, മറ്റേതൊരു ജോലിയെപ്പോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് യൂട്യൂബേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ ഒരുപാട് ഉള്ള സമയം, അത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ നല്ല ടൈം വേണം. ഞാനിപ്പോൾ ഇവിടുന്ന് വോയിസ് ഓവർ ചെയ്യുന്നത്, ഞങ്ങളുടെ വീട് വരുന്നത് റോഡിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് കേട്ടോ. പല വണ്ടികൾ പോകുന്ന സൗണ്ടും അതും ഇതൊക്കെ ഉണ്ടാവും. മിക്കപ്പോഴും വോയിസ് ഓവർ കൊടുത്ത് പിന്നെ ഡിലീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും പല സമയങ്ങളിലായിരിക്കും. ചില വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരുപാട് മണിക്കൂർ ഇതിൻ്റെ ഫോണിൻ്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലർ ലാപ്ടോപ്പിലായിരിക്കും. അങ്ങനെ എല്ലാവരുടെ കാര്യം പറയുകയാണെങ്കിൽ സെയിം തന്നെയാണ്. അത് പലർക്കും അറിയില്ല. ഞാൻ പറയാൻ കാരണം, വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, എന്നാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കുറച്ചറിയാൻ വേണ്ടിയിട്ടാട്ടോ. അതായത് യൂട്യൂബിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാനെല്ലാം കഴിയും, പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് വീഡിയോ ഇടുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടണം. കൺസിസ്റ്റൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ചാനൽ യൂട്യൂബ് എന്ത് ചെയ്യുമോ മറ്റുള്ളവരിലേക്ക് റീച്ച് ചെയ്യിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റിയൊരു വലിയൊരു മിസ്റ്റേക്കാണത്. ഞാൻ കുറേ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാനൊരു ഗ്യാപ്പ് എടുക്കും കേട്ടോ. ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള ബെനിഫിറ്റും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതിന് ഒരു പോം വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ നമ്മൾ ഒരുപാട് എടുത്ത് വെക്കുക ഫ്രീ ടൈമിൽ. അതായത് ഒരു ദിവസം തന്നെ ഒരുപാട് വീഡിയോസ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് എല്ലാ സമയവും നമ്മുടെ ഹെൽത്തും നമ്മുടെ മൈൻഡ് സെറ്റൊന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അങ്ങനെ കഴിയാത്ത സമയത്ത് ആ മുൻപ് എടുത്ത് വെച്ച വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഒന്നും യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഇത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഇടേണ്ട സമയമുണ്ടല്ലോ, അതായത് ഇപ്പോൾ പല സമയങ്ങളിലായിട്ട് ഇടാണ്ട് നമ്മളൊരു ടൈം കീപ്പ് ചെയ്യുക. അപ്പോൾ ഇന്ന് 5 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണെങ്കിലും അന്നും സെയിം ആ ഒരു ടൈം തന്നെ അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റീച്ച് ആവും. അതായത് അതൊക്കെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് അറിയാൻ കഴിയും കേട്ടോ. നമ്മുടെ ചാനൽ എങ്ങനെയാണ് കൂടുതൽ പേര് ഏത് സമയത്താണ് കാണുന്നതെന്നൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് റീച്ചായിട്ടുള്ള ചാനലുണ്ടല്ലോ, നല്ലപോലെ ഇപ്പോൾ എന്താ പറയുക ഏൺ ചെയ്യുന്നത്. അവരൊക്കെ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാകുക. ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ മുൻപ് എനിക്കറിയില്ലായിരുന്നു ഇത്രത്തോളം പാടാണ് യൂട്യൂബിലൊന്ന് നമ്മൾ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം. ഈ യൂട്യൂബിൽ ഇറങ്ങിയ ശേഷമാണ് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലായത്. അത് എല്ലാ ജോലിയിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ജോലിയിൽ ഇറങ്ങിയാലാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുക. അതുപോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ കാര്യം കേട്ടോ. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. പിന്നെ ചിലർക്ക് ഭാഗ്യം കൊണ്ട് ഒരു മാസം കൊണ്ടോ 4 മാസം കൊണ്ടൊക്കെ എന്താ പറയുക മോണിറ്റൈസ്ഡ് ആയ ചാനലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെ കാര്യം ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.